ഹായ് ഗായ്സ്, അപ്പം ഇന്ന് ഞാനൊരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഒരു ക്രിസ്മസ് ഈവ് പോലെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ ഒരു വ്ളോഗാണിത്. പക്ഷെ അതിൻ്റെ ഇൻട്രോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു ഇൻട്രോ പറയാമെന്നുള്ളത്. സോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് അക്ഷയ ചന്ദ്രനോഫി. അടുത്ത വീക്ക് എല്ലാവരും നാട്ടിലൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഈ വീക്ക് തന്നെ സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളത്. ഞങ്ങൾ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് ഹണി കേക്കിന്റെ കാലിക്കറ്റ് ഔട്ട്ലെറ്റിലായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ സെക്കൻഡ് ടൈം ആണ് കേട്ടോ വരുന്നത്. ആര്യ റിസൈൻ വെച്ചിട്ട് ആ ടൈമിൽ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത്. കഴിഞ്ഞ വർഷമാണെങ്കിൽ ഇവരെല്ലാവരും ലാബിലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ നല്ല പോലെ ലാബിൽ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ തവണയാണെങ്കിൽ റിസൈൻ വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു പുറമേന്ന് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളത്. അതായത് ഇത് 1 ഡേ ബിഫോർ നടന്നൊരു കാര്യമാണ്. ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഗിഫ്റ്റ് ബോക്സിലേക്കുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജിലെ ക്രാഫ്റ്റ് ഗാലറിയിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടുന്ന് കുറച്ച് ഐറ്റംസ് എനിക്ക് കിട്ടി. ബോക്സ് ഒക്കെ ഞാൻ തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയതായിരുന്നു. പക്ഷെ അതിലേക്കുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ അവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അവർക്ക് ഇത് ഇഷ്ടമാവോ, അവർ സർപ്രൈസ് ആവോ, ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ഇത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവരുടെ എല്ലാവരും കൂടെയുള്ള ഓരോ ഫോട്ടോസ് ഞാൻ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വിഷിംഗ് ബോട്ടിൽ ഉണ്ടായിരുന്നു, ഒരു ചെറിയ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു, പിന്നെ ചോക്ലേറ്റും ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയും ഐറ്റംസ് ആയിരുന്നു ആ ഒരു ബോക്സിൽ ഉണ്ടായിരുന്നത്. ഫൈനലി അവർ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്തായിരുന്നു ഞാൻ ആ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ഫേസിലുണ്ടായിരുന്ന അപ്പോഴത്തെ ആ സന്തോഷം ഉണ്ടല്ലോ, ആ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് എനിക്ക് ഉറപ്പുണ്ട് അവരുടെയൊക്കെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത ഒരു ക്രിസ്മസ് ഈവ് ആയിരിക്കും ഇതെന്ന്. ചില ഇമോഷൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ന് പറയാറില്ലേ. ആ ഒരു സമയത്ത് എനിക്ക് അതായിരുന്നു കേട്ടോ. ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് വലിയ എമൗണ്ടിൻ്റെ ഗിഫ്റ്റ് ആയിക്കൊള്ളുന്നില്ല. പക്ഷേ ഉണ്ടല്ലോ, അത് നമ്മളെടുക്കുന്ന എഫേർട്ടും അതുപോലെ തന്നെ നമ്മളുടെ സ്നേഹവും കലർന്നതാണ് സംഭവം സെറ്റ് ആയിക്കോളും. അങ്ങനെ ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പാസ്തയും ഷോർട്സും ആയിരുന്നു കേട്ടോ. അവിടുത്തെ പാസ്ത എനിക്ക് ഇഷ്ടമായി, നൈസായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നാണെങ്കിൽ ഷോർട്സിൽ ഓരോ സിപ്പ് എടുത്തിട്ട് ഏതാ ഫ്ലേവർ എന്നുള്ളത് ഗസ് ചെയ്യായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ക്രിസ്മസ് അല്ലേ, അപ്പം നമ്മളൊരു കേക്ക് വാങ്ങിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഹാർട്ട് ഷേപ്പ് കേക്ക് വാങ്ങിച്ചിട്ടോ. ഒരു ചെറിയ കേക്കായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഫുൾ ചോക്ലേറ്റ്സ് ആണ് വരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതും കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം എൻ്റെ കുഞ്ഞ് ക്രിസ്മസ് ഈ വ്ളോഗ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.